ഈ 7 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലേ നമ്മുടെ വീട് ദാരിദ്ര്യത്തിൻ്റെ കലവറയായി മാറും. എങ്ങനെ? ദാരിദ്ര്യം പിന്നീട് എപ്പോഴും വിട്ടുമാറാതെ നമ്മുടെ അടുക്കൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ 7 കാര്യങ്ങൾ. കൊടിയ ദാരിദ്ര്യം ഉണ്ടാവും. സൂക്ഷിക്കുക പ്രിയപ്പെട്ടവരെ. ഈ പറയാൻ പോകുന്ന 7 കാര്യങ്ങൾ വീട്ടിലുണ്ടാകാനേ പാടുള്ളതല്ല. വലിയ നഷ്ടം സംഭവിക്കും, വലിയ പരാജയം, വലിയ ദാരിദ്ര്യം ജീവിതത്തിലേക്ക് കടന്നു വരും. ഏതാണ് ആ 7 കാര്യങ്ങളെന്ന് പ്രധാനമായും നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. ജോലിയിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ മഹാനായ ഇമാം ഷിർജി റളിയല്ലാഹു തആല അൻഹു ഷിർജി തങ്ങൾ പഠിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു ദിക്ർ, ചെറിയൊരു ദിക്റാണ്. അതിൻ്റെ എണ്ണവും അത് ഏത് ദിക്റാണെന്നും എപ്പോഴൊക്കെ ചൊല്ലണമെന്നും ഒക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പരിപൂർണമായും പഠിപ്പിച്ചു തരുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഏതൊക്കെയാണ് ഈ 2 കാര്യങ്ങളെന്ന് ഇന്നത്തെ 10 മിനിറ്റിൽ നമുക്ക് പഠിക്കാം. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കൊടിയ ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകുന്ന 7 കാര്യങ്ങളുണ്ട്. ഈ 7 കാര്യമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ബറക്കത്ത് ഉണ്ടാകാനും ഉള്ള ഒരു ചെറിയ ദിക്ർ. ഈ 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. 7 കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല, നമ്മുടെ കുടുംബക്കാർ ചെയ്യാൻ പാടില്ല. ചെയ്താൽ നമ്മുടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ കുടുംബമായി മാറും. മനസ്സിലാകുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ദുആഇനെ ഒഴിവാക്കുന്ന ഒരു പതിവ്. പ്രാർത്ഥനയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഒന്ന് മനസ്സിരുത്തിയിട്ടൊന്ന് ആലോചിച്ച് നോക്കണം, ചിന്തിച്ചു നോക്കണം. എത്ര കാലമായി നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട്, അള്ളാഹുവിനോട് എത്ര കാലമായി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാണ്. അദ്ദുആഉ മുഖുൽ ഇബാദ. നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഏതൊരു ഇബാദത്തിൻ്റെയും മജ്ജയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, ആരാധനകളുടെ മജ്ജ. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതൊരു മുഅ്മിനിൻ്റെയും ആയുധമാണ്. മറ്റെല്ലാത്തിനെയും തടഞ്ഞു നിർത്താൻ കഴിയുന്ന, ഉപദ്രവങ്ങളെ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ആയുധം, ആവശ്യമുള്ളത് നേടിയെടുക്കാൻ കഴിയുന്ന ആയുധം, റബ്ബിനോട് ചോദിച്ച് വാങ്ങാൻ കഴിയുന്ന ആയുധമാണ് ദുആ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദുആയെ ഒഴിവാക്കിയാൽ കൊടിയ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. എപ്പോഴൊക്കെ നമുക്ക് ദുആ ചെയ്യാൻ കഴിയോ അപ്പോഴൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു വലിയ ബറക്കത്ത് തരുന്നതാണ്. അള്ളാഹു ബറക്കത്ത് നൽകുന്നവരിൽ നമ്മയൊക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം ദുആയാണ്. ദുആ ഒഴിവാക്കുന്ന അവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ചാണ് കയറുന്നതെങ്കിൽ ദാരിദ്ര്യത്തിന് കാരണമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം? വലത് കാല് വെച്ച് കയറേണ്ടതാണ്. ഇടത് കാല് വെച്ച് കയറേണ്ടത് ടോയ്ലറ്റിലാണ്, ബാത്റൂമുകളിലാണ്, ശൗചാലയങ്ങളിലാണ്. കാര്യം എന്താ? അത് ഇബ്ലീസിൻ്റെ, പിശാച് അധിവസിക്കുന്ന സ്ഥലമാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഈ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറുക. വീട്ടിലേക്ക് കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറേണ്ട സ്ഥലമല്ല, വലത് കാല് വെച്ചാണ് കയറേണ്ടത്. മനുഷ്യൻ പാർക്കുന്ന ഇടമാണ് വീട് എന്ന് പറയുന്നത്. പിശാചുക്കൾ പാർക്കുന്ന ഇടമാണ് ടോയ്ലറ്റ്. അതുകൊണ്ടാണ് അവിടെ ഇടത് കാല് വെച്ച്, ഇവിടെ വലത് കാല് വെച്ച് കയറേണ്ടത്. വലത് കാല് വെച്ച് കയറാതെ ഇടത് കാല് വെച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നിയ പോലെ കയറാം. അറിയില്ല ഏത് കാല് വെച്ചാണ് കയറുന്നത് എന്നറിയില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏത് കാല് വെച്ച് അറിയാത്ത രൂപത്തിലല്ല കയറേണ്ടത്. കൃത്യമായ ബോധം വേണം. ഞാൻ വലത് കാല് വെച്ചാണ് കയറേണ്ടത് എന്നുള്ള കൃത്യമായ ബോധം, അങ്ങനെ തന്നെ കയറണം. ഇടത് കാല് വെച്ച് പതിവാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യം ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തെ കാര്യം, കയറുമ്പോൾ ബിസ്മി ഇല്ലാതെ കയറിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിനുള്ള കാരണമാകും.
ഏതു നല്ല കാര്യത്തിലും ബറക്കത്ത് കൊണ്ടുവരാൻ ബിസ്മി വേണം. ബിസ്മി ഇല്ലെങ്കിൽ എവിടെ എന്ത് സംഭവിക്കും? പിശാച് കയറി അവൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ കാരണമാകും. അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കയറുക, ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി പറയുക, വാഹനത്തിലേക്ക് കയറുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് കയറുക. ഇല്ലെങ്കിൽ അവിടെ ശൈത്താൻ ഇടങ്കോലിടുന്നതാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിശാചുക്കൾ ഇടങ്കോലിടും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പം നമ്മൾ പറഞ്ഞു ബിസ്മി ഇല്ലാതെ കയറാൻ പാടില്ല. വീട്ടിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടാവും. പിശാച് ഇടപെട്ടാൽ പിന്നെ അറിയാലോ, ബറക്കത്തുണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവും. അതുപോലെ 4-മത്തെ കാര്യം, ആ വീട്ടിൽ ഖുർആൻ പാരായണത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ, എഴുതി വെച്ചോ പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം വരിക തന്നെ ചെയ്യും. ദാരിദ്ര്യം കൊണ്ട്, നൂലാമാലകൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്, വിഷമങ്ങൾ കൊണ്ട് ജീവിതം പൊറുതിമുട്ടുന്നൊരവസ്ഥ കടന്നു വരും. അതാണ് ഖുർആൻ പാരായണം ഒഴിവാക്കുന്ന ഒരവസ്ഥ. അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, വീട്ടിലാണെങ്കിൽ അങ്ങനെ, കടയിലാണെങ്കിൽ അങ്ങനെ, എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ നമ്മൾ ഖുർആൻ പാരായണം കൊണ്ട് പുളകിതമാകുന്ന സ്ഥലമാക്കി മാറ്റണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5-മത്തെ കാര്യം, പതിവായിട്ട് രാത്രിയിൽ അടിച്ചു വരുന്ന അവസ്ഥ. ചില സഹോദരിമാരുണ്ട്, വീട് അടിച്ചു വാരാൻ തിരഞ്ഞെടുക്കുന്ന സമയം രാത്രിയിലായിരിക്കും. അതിന് പകൽ ഉപയോഗിക്കുക പ്രിയപ്പെട്ടവരെ. വല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലും അധികമായിട്ട് വേസ്റ്റുകൾ, പൊടികൾ കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ അടിച്ചു വാരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. പതിവായിട്ട് സ്ഥിരമായിട്ട് പകൽ അടിച്ചു വരാറില്ല, സ്ഥിരമായിട്ട് രാത്രി ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുക, അത് നല്ല പ്രവണതയല്ല. നേരെമറിച്ച് എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും ചെളിയോ അഴുക്കോ കിടക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് അടിച്ചു വാരാം. രാത്രിയിൽ അടിച്ചു വാരാം, പക്ഷെ പതിവാക്കാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ പതിവായി രാത്രി അടിച്ചു വാരി കഴിഞ്ഞാൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണമാണ്. 6-മത്തെ കാര്യം, വീട്ടിൽ നിസ്കാരമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സൂക്ഷിച്ചോളി. ആ വീട്ടിൽ ദാരിദ്ര്യം വരാനുള്ള കാരണമാണ്. നമസ്കാരം വേണം. മുഅ്മിൻ നമസ്കരിക്കേണ്ടവനാണ്. ഏതൊരു മുസ്ലിമും നമസ്കാരം നമ്മൾ സാധാരണ ഡെയിലി ആക്ടിവിറ്റീസ് പോലുള്ള ഒരു കർമ്മമായിട്ട് കാണേണ്ടുന്ന ഫർളാക്കപ്പെട്ട, നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. ആ നമസ്കാരത്തെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടുള്ളതല്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. നമസ്കാരത്തെ ഒഴിവാക്കിയാൽ വീട്ടിൽ കൊടിയ ദാരിദ്ര്യം ഉണ്ടാവും. വേറെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതെ ഞാൻ ഇന്നൊക്കെ ചൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിസ്കാരം ഇല്ലാതെ ചൊല്ലിയിട്ട് കാര്യമില്ല. എന്ത് ചൊല്ലുന്നെങ്കിലും നമസ്കാരം ഫസ്റ്റ്. നിസ്കരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് മുറുകെ പിടിച്ചിട്ട് വേണം പിന്നീട് പറയപ്പെടുന്ന അദ്കാറുകൾ, സ്വലവാത്തുകളൊക്കെ ചൊല്ലേണ്ടത് പ്രിയപ്പെട്ടവർ. എങ്കിലേ അത് ഫലം ചെയ്യുകയുള്ളൂ. അള്ളാഹു ബോധം നൽകട്ടെ. 7-മത്തെ കാര്യം, ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മുഖം തുടയ്ക്കുന്ന ഒരു പ്രവണത. മുഖം തുടയ്ക്കാൻ വേണ്ടി പ്രത്യേകം തോർത്തുമുണ്ട് പോലുള്ള, ടവല് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും, അതെടുത്ത് വെച്ച് മുഖം തുടയ്ക്കുക, അത് നല്ല സ്വഭാവമല്ല. അത് ദാരിദ്ര്യത്തിന് ഇടയാക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നതാണ്. ധരിക്കാനുള്ള വസ്ത്രം അത് ധരിക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, തുടയ്ക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള 7 കാര്യങ്ങളാണ് വീട്ടിലേക്ക് ദാരിദ്ര്യം കടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജോലിയിൽ ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്താണെന്നറിയോ? മഹാനായ ഇമാം ഷർജി തങ്ങൾ പഠിപ്പിച്ചു തരാണ്. മഹത്തായ ലാ ഹൗല ദിക്ർ ഉണ്ടല്ലോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ദിവസവും ഏറ്റവും കുറഞ്ഞത് 100 പ്രാവശ്യം എങ്കിലും ഈ ദിക്ർ പതിവാക്കുക എന്നുള്ളതാണ്. ജോലിയിൽ നല്ല ബറക്കത്ത്, ബിസിനസ്സിൽ നല്ല ബറക്കത്ത് ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്നത് ഈ ദിക്ർ ദിവസവും 100 തവണ ചൊല്ലുക. കാരണം എന്താണെന്നറിയോ? ചൊല്ലിക്കഴിഞ്ഞാൽ ജോലിയിൽ വലിയ ബറക്കത്ത് വന്നു ചേരും, ജീവിതം ബറക്കത്തുള്ളതായി മാറും. ആ ഏത് വീട്ടിൽ വെച്ചാണോ ചൊല്ലുന്നത്, ആ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് കൊണ്ട് നിറയ്ക്കും. ഒഴിവാക്കരുത് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ അത് പതിവാക്കുന്നതിന് വിപരീതമായിട്ട് സംഭവിക്കാറുണ്ട്. പലപ്പോഴും സ്ഥിരമായിട്ട് ഓതി വരുന്ന കാര്യങ്ങൾ പലപ്പോഴായി പല കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാക്കേണ്ടി വരുന്ന ഒരവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുണ്ടാകാതെ പരമാവധി സൂക്ഷിച്ച് ചെയ്യുക പ്രിയപ്പെട്ടവരെ. ലാ ഹൗല ദിക്ർ സ്ഥിരമായി 100 പ്രാവശ്യമെങ്കിലും, ഏറ്റവും കുറഞ്ഞ്
കൂടിയാൽ എത്ര വേണോ ചൊല്ലാം, 1000 വേണമെങ്കിൽ 1000 ചൊല്ലാം. എത്രയാണോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചൊല്ലാൻ കഴിയുന്നത്, 100 ഏറ്റവും കുറഞ്ഞത്, അത്രയെങ്കിലും ചൊല്ലുക. വലിയ ബറക്കത്ത് അള്ളാഹു തരുന്നതാണ്. ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാൻ, ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിഷമങ്ങൾ മാറ്റിത്തരട്ടെ, ദുഃഖങ്ങൾ നീക്കിത്തരട്ടെ, എല്ലാം ശരിയാകും. അള്ളാഹു സുബ്ഹാനഹു തആലയെ തവക്കുലാക്കുക, ആത്മാർത്ഥമായി തവക്കുലാക്കുക. മഖ്ലൂഖീങ്ങളിൽ, സൃഷ്ടികളിൽ, മനുഷ്യരിൽ പ്രതീക്ഷ വെക്കാതെ ഖാലിക്കായ റബ്ബിൽ പ്രതീക്ഷ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തവക്കുൽ ചെയ്യുക, എല്ലാ പ്രശ്നങ്ങളും മാറും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.